ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൗസ് ഓഫ് ഡ്രാഗൺ എപ്പിസോഡ് 4ൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി സ്പോയിലർ ഉണ്ടാകും, അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഞാൻ സ്പോയിലറിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് ആക്ച്വലി എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ലൈക്ക് ഓക്കെ, പാസബിൾ ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ഒരു നല്ല സ്ട്രോങ് സംഭവങ്ങൾ തുടങ്ങി വന്നേ. ഫസ്റ്റ് കൊള്ളാം, സെക്കൻഡ് കൊള്ളാം, തേർഡ് കൊള്ളാം, പക്ഷേ ഫോർത്ത് താഴ്ന്നു തുടങ്ങി. ഇതിങ്ങനെ പയ്യെ പയ്യെ പോയി തുടങ്ങി. ക്യാരക്ടേഴ്സ് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണെങ്കിലും തുടക്കത്തിൽ തോന്നി, പക്ഷെ ഇപ്പം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നല. സ്റ്റോറി ലൈൻ ഇപ്പം കടന്നു പോകുന്നത് വളരെ ഒരു പ്ലെയിൻ ബ്ലാൻഡ് ആയിട്ടാണ്. നമ്മുടെ എല്ലാ ക്യാരക്ടറും, നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇഷ്ടമില്ലാത്ത ക്യാരക്ടറും എല്ലാനും ഇപ്പോൾ ഭയങ്കര ബ്ലാൻഡ് സ്റ്റോറി ലൈനിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ആദ്യം തന്നെ നമുക്ക് ഒരാളെടുക്കാം, നമ്മുടെ ഡെയ്മൻ്റെ കഥ. ഡെയ്മൺ പരിപാടി നൈസായിട്ട് നോക്കുന്ന സമയത്താണ് അറിഞ്ഞത് ഇത് നമ്മുടെ റേനയാണ് നമ്മുടെ ജെയ്സിനെ കൊന്നതെന്നുള്ളത്. അപ്പോൾ റേന വനവാസത്തിലാണ്. വല്ലാശുണ്ടായ ഒരു എവിടെ നിന്നോ പിടിച്ച ഡ്രാഗനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ ചെക്കനെ കൊന്ന് ഇപ്പോൾ വനവാസത്തിൽ മുടി മുറിച്ച് നടക്കുകയാണ്. പെൺമുളക് വല്ലാശം ഉണ്ടായിരുന്ന എന്നിട്ട് ആ പെണ്ണ് അതുകൊണ്ട് പോയി. എന്നിട്ട് ചെക്കൻ ഇയാളെന്ത് പരിപാടിയാണ് ചെത്തേണ്ടി, ഇയാള് എവിടെയോ കടന്ന ഒരാളെ പിടിച്ചിട്ട് അയാളെ കത്തിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചേക്കണത്. ഈ ഡേമൺ ഫുള്ളും തല്ലുപൊളിയാണ്. അയാൾക്ക് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ്. ബട്ട് ഇങ്ങനത്തെ കുറേ കൊണരാത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരുമാതിരി കുറച്ച പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഉള്ള ഇഷ്ടം കൊണ്ടേ കളഞ്ഞ് മുടിക്കല്ലേ ഡേമണെ. പിന്നെ അടുത്തത് നമ്മുടെ റാണി, പാവം റാണി, നമ്മുടെ മെയിൻ നടി. ഒരു കഷ്ടപ്പെട്ട് അവസാനം ഒരു രാജ്യം പിടിച്ച് കിട്ടിയതാണ്. ഇപ്പോൾ ആ രാജ്യം കാരണം ഇപ്പോൾ കഷ്ടപ്പാടിലാണ് പുള്ളിക്കാരി. എവിടെയൊക്കെ കിടന്ന് എലി കിടന്ന് ഓർന്ന്, എന്നിട്ട് അതിന് വേണ്ടി പൂച്ചിനെടുക്കാൻ വേണ്ടി ഒരാൾ പറയണത്. പിന്നെ കൊടുത്തുള്ളവന്മാരാണെങ്കിൽ കുടിച്ചും ഇത് നടക്കണത്. അവനെയൊക്കെ പറയണത് എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തരാൻ എനിക്ക് പറ്റില്ല. ഒരാൾ പറയണത് എൻ്റെ മക്കള് ബാസ്റ്റഡാണ്, അവരൊന്ന് സെറ്റാക്കണം. അപ്പം അത് പറഞ്ഞിട്ട് അയാൾ പോയി. അങ്ങനെ മന്ത്രിയും പോയി. ഇപ്പം രാജ്യത്താണെങ്കിൽ ആരുമില്ല. വളരെ കഷ്ടപ്പാടാണ്. മറ്റേ പെണ്ണിനെ ഭരിച്ചാൽ മതി എന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കി എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും അല്ലേ, അത്രയും ടോപ്പിലൊക്കെ എത്തണമെങ്കിൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ഭരിച്ചിരുന്ന മറ്റേ ആലിസന്റിനെ നമിച്ചു. ആലിസന്റെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനൊക്കെ ഭരിച്ച് ഒരു സ്ഥിതിയിലാക്കി. ബട്ട് നമ്മുടെ റനീറ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഒരു പഴയ ഇതിലോട്ട് എത്തിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങാട് എത്തണില്ല. അങ്ങാട് എത്ര എന്താണ് ശരിയാക്കാൻ നോക്കിയിട്ട് അങ്ങോട്ട് വെടിപ്പാണില്ലെന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ പാവം റനീർക്ക്. പിന്നെ നമ്മുടെ മറ്റേവന് വാള് കൊണ്ട് കൊട്ടുപോയ മറ്റേ അവൻ്റെ അനിയനില്ലേ, ആ രാജാവ് തെണ്ടി തിരിഞ്ഞതൊക്കെയാണ്. ബാക്കിയുള്ളവൻ്റെയൊക്കെ ഷൂ നക്കാൻ വേണ്ടി എനിക്ക് കാലാപ്പാനി ഓർമ്മ വന്നു അത് കണ്ടപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇവനാണെങ്കിൽ ഇവന് കുത്തുണ്ടിട്ട് ഇവന് കാണാനില്ലെന്ന്. അതെന്ത് ഷോണ്, അവനോട് പോയി. ചിലപ്പോൾ ആ മന്ത്രവാദനില്ലേ, അപ്പോഴത്തേക്ക് പിടിച്ചിട്ട് ഇവനെ ചികിത്സിക്കണ്ടാവുമെന്ന് എനിക്ക് തോന്നണം. അതായിരിക്കും മിക്കവാറും റീസൺ. അവനവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അവനോട് ഓടി പോകാനാണ്, അവന് കുത്തുകൊണ്ടതല്ലേ, എന്ത് മണ്ടത്തിലുള്ളത്. അങ്ങനെ പോകാൻ വഴിയില്ല, എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവൻ്റെ ബ്രദർ തന്നെ തുണിയില്ലാതെ വന്നവൻ വധൂരി, അവൻ അവൻ തല്ലുള്ളിയാന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇവൻ മിക്കവാറും അമ്മമാരുടെ ഏതെങ്കിലും ഡ്രാഗൻ്റെ വായിച്ചെന്ന് പെടും. ഡ്രാഗന്മാരായിട്ട് ഇപ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡ്രാഗനൊക്കെ വെറുതെ ചൊറിയാൻ ചെന്ന്, എന്നിട്ട് ഒരു സോൾജിയർ ഒരു വീട്ടിൽ കയറി തോന്നിയ ദിവസം കാണിച്ചിട്ട് അയാളെയും വെടിപ്പാക്കി. എന്നിട്ട് അത് ചെയ്ത റിപ്പോർട്ട് ചെയ്ത ആളെയും കൊല്ലിച്ച് അവസാനം. അതുവരെ അവൻ്റെ സ്വഭാവം കാണിച്ച്. ഹൈ ടവർ ഇപ്പം തൊട്ടികളാണ്, തൊട്ടി പരിപാടിയാണ് ഇപ്പോൾ ഹൈ ടവർ കാണിക്കുള്ളൂ. എൻ്റെ കുടുംബ പേര് കാത്ത് ഹൈ ടവേഴ്സ് എന്നുള്ളത്. അപ്പം ശരിക്കും ഈ ഫൈറ്റിന് വേണ്ടി മെയിനായിട്ട് ഫൈറ്റ് ചെയ്യണ രണ്ട് കുടുംബക്കാർ ഹൈ ടവറും ഈ ടാർഗേൻസ് കണക്കാണ്. ഇവരുടെ ഇടയിൽ ആകെ 2-3 നല്ല കഥാപാത്രങ്ങളുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ മെയിൻ നടി നല്ല സ്വഭാവമാണ്. ആലിസിന് കുറച്ച് തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. പണ്ടൊക്കെ ഫുള്ളും കൂടെ ആയിപ്പായിരുന്നു ആ പെണ്ണ് റനീറായിട്ട് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഇപ്പം ആ പെണ്ണ് കുറച്ചും കൂടി നന്നായി വന്നിട്ടുണ്ട്. ഓബ്വിയസ്ലി അടുത്ത എപ്പിസോഡ് നല്ലതാണെന്ന് വിചാരിക്കാം. ദിസ് വാസ് വെരി പോസിബിൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.